ആത്മസമർപ്പണത്തോടെ പൊങ്കാല അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ പൊങ്കാല നിവേദ്യം പൂർത്തിയായി. ആകാശത്തെ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടന്നു. ദേവിക്ക് പൊങ്കാല നിവേദിച്ച ശേഷം ഭക്തജനങ്ങൾ അനന്തപുരിയിൽ നിന്നും മടങ്ങിത്തുടങ്ങി. തമ്പാനൂരിൽ നിന്നും കിഴക്കേക്കോട്ടിൽ നിന്നും 500-ലധികം KSRTC ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. കൂടാതെ കൊച്ചിയിലേക്ക് സ്പെഷ്യൽ മെമോ ട്രെയിൻ സർവീസുമുണ്ട്. പല ട്രെയിനുകൾക്കും അധിക സ്റ്റോപ്പും അനുവദിച്ചിട്ടുണ്ട്. വരികളുമായി കിഴക്കേക്കോട്ടിൽ നിന്നും ടിൻഡു ദാസ്, ഒപ്പം തമ്പാനൂരിൽ നിന്നും മിഥുൻ മുരളി എന്നിവർ ചേരുകയാണ്. ആദ്യം ടിൻഡുവിലേക്ക്. ടിൻഡു, അനന്തപുരിയിൽ നിന്നും ഭക്തലക്ഷങ്ങൾ മടങ്ങുകയാണ് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച ശേഷം ആത്മനിർവൃതിയോടെ. KSRTC ബസ്സുകൾ കിഴക്കേക്കോട്ടിൽ നിന്നും തമ്പാനൂരിൽ നിന്നും ഏകദേശം 500ഓളം സർവീസുകളാണ്, അധിക സർവീസുകളാണ് ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളത്. ഭക്തർ മടങ്ങിപ്പോകുകയാണ്. അവരൊക്കെയും ഇനി ഒരു വർഷത്തെ ആ ഒരു കാത്തിരിപ്പിലാണ്. അമ്മയ്ക്ക് വീണ്ടും നിവേദ്യം അർപ്പിക്കാൻ, ആത്മസമർപ്പണം ചെയ്യാനുള്ള ആ ഒരു കാത്തിരിപ്പിലാണ് ഭക്തമാനസങ്ങളെല്ലാം, അല്ലേ? തീർച്ചയായും KP, ഈ വർഷത്തെ പൊങ്കാല മഹോത്സവങ്ങൾ അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുകയാണ്. ഈ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. ഞാൻ നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ബസ് സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 300ഓളം സർവീസുകളാണ് ജില്ലയിലെ വിവിധ ഇടങ്ങളിലേക്ക് അനുവദിച്ചിട്ടുള്ളത്. ആ സർവീസുകളുടെ ആദ്യഘട്ടം അല്പം പാളിപ്പോയി എങ്കിലും ആദ്യഘട്ടം അധികം ഭക്തജനങ്ങളുടെ അധിക തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും ഇപ്പോൾ 4 മണിയാകുന്നു. 4 മണിയായപ്പോഴേക്കും തിരക്കുകളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും പൂർണ്ണമായി കുറഞ്ഞിട്ടുണ്ടില്ല, തിരക്കുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബസ്സുകളും മുറമുറയായി വരുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ അധികമായി ആളുകൾ കയറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിലെ ഗ്രാമീണ മേഖലകളിലേക്കാണ് ഏറ്റവും കൂടുതൽ ബസ്സുകൾ അനുവദിച്ചിട്ടുള്ളത്. കൂടാതെ അടുത്തുള്ള ജില്ലയ്ക്ക് അടുത്ത് കിടക്കുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം ഇലക്ട്രിക് ബസ്സിൻ്റെ സർവീസുകളും അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒരുപക്ഷെ ഇവർക്ക് ആശ്വാസകരമാണ്. നേരത്തെ ബസ്സിന് ആളുകൾ അവർ പൊങ്കാല അർപ്പിച്ച നിവേദ്യങ്ങൾ തലയിൽ ചുമടായി എടുത്ത് തമ്പാനൂരേക്ക് പോകുക, അവിടെ നിന്ന് ബസ്സുകൾ കയറി വീടുകളിലേക്ക് പോയവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മഹായാഗം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. ഇപ്പോൾ 2:35 ഈ നിവേദ്യ സമർപ്പണം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ആൾക്കാർ ഈ യാത്ര പുറപ്പെടാനുള്ള ഒരു തിരക്കിലുമായിരുന്നു. പക്ഷേ ഇപ്പോഴും നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ നിന്നും അനവധി ആൾക്കാരാണ് ഇപ്പോഴും അവിടെ. കുഞ്ഞുങ്ങളുമായി പ്രായമുള്ളവരുണ്ട്, എല്ലാ വിഭാഗത്തിലും എല്ലാ തരത്തിലുള്ള ആൾക്കാരുമുണ്ട്. ഇവരൊക്കെയും ഇപ്പോൾ വീട് പിടിക്കാൻ അല്ലെങ്കിൽ നാട് പിടിക്കാനുള്ള ഒരു ഓട്ടത്തിലാണല്ലേ. പക്ഷേ ഈ സർവീസുകൾ അധികം ഏർപ്പെടുത്തി എന്ന് പറയുമ്പോഴും ഇവർ ഈ സർവീസുമായി ബന്ധപ്പെട്ട് അധികൃതർ ഒരുക്കിയ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളും പരിഭവങ്ങളും ഇവർ പങ്കുവെക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ നേരത്തെ ഇവരോട് സംസാരിച്ചപ്പോൾ തന്നെ അനൗൺസ്മെൻറ്റിൻ്റെ കാര്യത്തിലൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യഘട്ടങ്ങളിൽ ചില റൂട്ടുകളിൽ മാത്രം ബസ്സുകൾ അനുവദിക്കുന്നു, അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് കുമാരപുരം അടുത്ത വർഷം വരാൻ സാധിക്കില്ല. ജീവനോട് ഉണ്ടെങ്കിൽ വരും. ബസ് കിട്ടിയില്ല, ഓട്ടോയും ഇല്ല. ഒരു ഷുഗറും ഒരു പേഷ്യന്റിനെ വെച്ചോണ്ട് ഇവിടെ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും അവരെ വീട് ചെന്ന് പറ്റിച്ചാൽ മതി. നമുക്ക് കണ്ണമ്പുല ബസ് അവർക്ക് സർവീസ് ഇല്ലാത്തത് കൊണ്ട് നാള് കുറവന്നു. എങ്ങനെ ഒരു ആട്ടോ കിട്ടിയെങ്കിൽ എങ്ങനെ പോയി തന്നെ. അപ്പൊ അവര് പറഞ്ഞ മെഡിക്കൽ കോളേജിൽ കയറിയിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട്. മെഡിക്കൽ കോളേജിൽ ബസ്സിൽ ഒന്നും കിട്ടണില്ല. എത്ര നേരമായി ഇറങ്ങിയിട്ട്. പ്രൈവറ്റ് ബസ്സിന് സർവീസും ഇല്ല. പ്രൈവറ്റ് ബസ്സിന് സർവീസും ഇല്ല. പ്രൈവറ്റ് ബസ്സിൽ പോവായിരുന്നു. ബുദ്ധിമുട്ട് തന്നെ, ഭയങ്കര ബുദ്ധിമുട്ട്. മെഡിക്കൽ കോളേജിൽ ബസ്സിൽ പോകും. സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഷുഗർ പേഷ്യന്റിനെ കൊണ്ടാണ് ഇരിക്കുന്നത്. കണ്ണമൂല ഭാഗത്ത് നിന്നും ടിൻഡു തുടരുക. ടിൻഡു പറഞ്ഞതുപോലെ തന്നെ എല്ലാ സർവീസുകളും എല്ലാ കാര്യങ്ങളും കൃത്യമായി ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ കൃത്യമായ ചില ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ടിൻഡുവിലേക്ക് ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ മിഥുൻ മുരളി കൂടി ചേരുകയാണ്. മിഥുൻ, അധിക സർവീസുകളാണ് റെയിൽവേ ഏർപ്പെടുത്തിയിരുന്നത്. കൊച്ചിയിലേക്കടക്കം മെമു സർവീസുകളടക്കം ഏർപ്പെടുത്തിയിരുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്?
KP തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ശ്രമകരമായ ദൗത്യമായിരുന്നു കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഓരോ പ്ലാറ്റ്ഫോമിലുമുള്ള യാത്രക്കാർക്ക് പോകേണ്ട ട്രെയിനുകളുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് അവരെ കൃത്യമായിട്ട് പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളുമൊക്കെ ആയിട്ട് ഒരു ശ്രമകരമായ ദൗത്യത്തിലായിരുന്നു റെയിൽവേ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 4-5 പ്ലാറ്റ്ഫോമുകളിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ആ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് തന്നെ പറയാം. ഓരോ പ്ലാറ്റ്ഫോമിലും കൃത്യമായി പോകേണ്ട യാത്രക്കാരെ കൃത്യമായി അവിടേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒക്കെ ആയിട്ട് റെയിൽവേ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മണിക്കൂറുകളിലായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം റെയിൽവേ ഡിവിഷൻ ഇൻസ്പെക്ടർ ചേരുന്നുണ്ട്. അദ്ദേഹം മറ്റ് നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ഈ റെയിൽവേ സ്റ്റേഷനിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന അനൗൺസ്മെന്റുകൾക്ക് പുറമെ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഓരോ പ്ലാറ്റ്ഫോമിലും ഏതൊക്കെ ട്രെയിനുകളാണ് എത്തുന്നത്, ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിലാണ് ഇവ ഏത് സമയത്താണ് പുറപ്പെടുന്നത് അടക്കമുള്ള ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി പ്രത്യേക അനൗൺസ്മെന്റുകൾ നൽകുന്നുണ്ടായിരുന്നു. റെയിൽവേ ഡിവിഷൻ ഇൻസ്പെക്ടർ സാബു ജേക്കബ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, വളരെ വലിയൊരു തിരക്കായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെ അനുഭവപ്പെട്ടത്. പെട്ടെന്ന് തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. ഇനി വരും മണിക്കൂറുകളിൽ തിരക്ക് തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും സ്റ്റേഷനുള്ളിൽ? ഇല്ല, ഇനി കൂടുതലും റിസർവേഷനുള്ള പാസഞ്ചേഴ്സാണ് ഇനി കയറാനുള്ളത്. അവരെല്ലാം ഇപ്പോൾ ഓൾറെഡി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം വെളിയിൽ നിന്നുള്ള തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ബാക്കി കൂടുതൽ തിരക്കുണ്ടായിരുന്ന സമയത്ത് ട്രെയിനുകൾ എല്ലാം ഇവിടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാം കയറിപ്പോയി. ഇനി അപ്പം 4 ട്രെയിൻ ഉടൻ തന്നെ വരും. അതിലും കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ നാഗർകോവിലേക്കുള്ള ഒരു ട്രെയിൻ ഇപ്പം വരും. ഈ 2 ട്രെയിനിലും കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം മാക്സിമം റിസർവ് ചെയ്ത പാസഞ്ചേഴ്സാണ്. ജനശതാബ്ദിയിലൊക്കെ ആളുകൾക്ക് കയറാൻ പറ്റാത്ത സമയത്ത് എത്താൻ പറ്റാതെ ട്രെയിൻ മിസ്സാകുന്ന കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വളരെ ചുരുക്കം 1-2 പേര് ഒക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം മാക്സിമം എല്ലാവരും കയറിപ്പോട്ടും. അങ്ങനെ പരാതി ഇതിൽ വന്നില്ല. 2 പേരുടെ എങ്ങനെ ഒരു പരാതി പറഞ്ഞു, എത്താൻ പറ്റിയില്ല എന്നുള്ളത്. വരാൻ പോകുന്ന ട്രെയിനുകൾ ഏതൊക്കെയാണ്? ഇനി ഇവിടുന്ന് നാഗർകോവിൽ ഷാലിമാർ എക്സ്പ്രസ്, പിന്നീട് അത് കൊല്ലം എറണാകുളം ഭാഗത്തേക്ക് പോണത്. ഇനി നാഗർകോവിൽ ഭാഗത്തേക്ക് അനന്തപുരി എക്സ്പ്രസ്, കൊല്ലം ചെന്നൈ അനന്തപുരി എക്സ്പ്രസ്, ഇത് രണ്ടുമാണ് ഇനി വരാനുള്ളത്. അപ്പോൾ നിയന്ത്രണ വിധേയമായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിലും സ്റ്റേഷനുള്ളിൽ തിരക്ക് എന്ന് തന്നെ ഉറപ്പിക്കാം. അതെ, ഈ 2 ട്രെയിനും പോയി കഴിഞ്ഞാൽ ഈ തിരക്ക് ക്രമാതീതമായിട്ട് കുറയും. വളരെ വേഗത്തിൽ തന്നെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നു. അവരുടെ ശ്രമകരമായ ഒരു ദൗത്യം കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ പ്ലാറ്റ്ഫോമുകളിലേക്കും അവരെ കൃത്യമായിട്ട് യാത്രക്കാരെ കയറ്റിവിടുന്നതിനുള്ള സംവിധാനങ്ങളുമൊക്കെയായി ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു റെയിൽവേ ഉദ്യോഗസ്ഥരുടെ വലിയ ഒരു സംഘം. ഇപ്പോൾ 5 പ്ലാറ്റ്ഫോമുകളിലും പ്രധാനമായിട്ടുള്ള 5 പ്ലാറ്റ്ഫോമുകളിലും തിരക്ക് ഉണ്ട്. ആ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. വരും മണിക്കൂറുകളിലും ചെറിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ RPF ഡിവിഷൻ ഇൻസ്പെക്ടറാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പ്രതികരിച്ചതുപോലെ തന്നെ അടുത്ത മണിക്കൂറുകളിൽ തിരക്കുണ്ടാകും. പക്ഷേ അത് 2-3 ട്രെയിനുകൾ പോകുന്ന സാഹചര്യത്തിൽ തിരക്ക് കുറയാനുള്ളതും നിയന്ത്രണ വിധേയമാകാനുള്ള സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്നും ഒരു നാഗർകോവിൽ എക്സ്പ്രസ്, അനന്തപുരി നാഗർകോവിൽ എക്സ്പ്രസ് ഉടൻ തന്നെ പോകാനുണ്ട്. ആ ട്രെയിനിൽ പോകുന്നതിനുള്ള ആളുകളുടെ ഒരു വലിയ തിരക്ക് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അനുഭവപ്പെടുന്നുണ്ട്. തമിഴ്നാട് ഭാഗത്തു നിന്നൊക്കെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. അവരൊക്കെ ആ ട്രെയിനിന് വേണ്ടി കാത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഇത്രയും വലിയൊരു തിരക്ക് ഇപ്പോൾ ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം രാത്രി 8:30 പാലക്കാട് പോകുന്ന അമൃത എക്സ്പ്രസ് ഒക്കെയുണ്ട്. ആ ട്രെയിനിലും തിരികെ മടങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. നിങ്ങൾ ഏത് ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ഇവരൊക്കെ സമീപ പ്രദേശങ്ങളിലേക്ക് അടുത്ത ട്രെയിനുകളിലേക്ക് ആയിട്ട് മടങ്ങുന്ന ആളുകളാണ്. കൊല്ലം ഭാഗത്തേക്കൊക്കെ അടുത്ത മണിക്കൂറിൽ തന്നെ ട്രെയിനുകൾ ഉണ്ടാകും. തിരക്ക് കുറയുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തജനങ്ങളാണെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് ഭാഗത്തേക്ക് പോകാനാണ്? കൊല്ലത്തേക്ക് തിരക്ക് കുറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ട്രെയിനുകളിൽ പോകാതെ തിരക്ക് കുറയാൻ വേണ്ടി കാത്തിരിക്കുക. തിരക്ക് കാരണം കൊച്ചിനെയൊക്കെ കൊണ്ട് പോകണ്ടേ, അത് കാരണം ഏത് ട്രെയിനിൽ പോകാനാണ് അറിയത്തില്ല. ഇവിടെ ഇരിക്കുവാണ്, അത് വരുന്നതെന്ന് നോക്കിപ്പോ. കഴിഞ്ഞ മണിക്കൂറുകളിൽ കൊല്ലം ഭാഗത്തേക്കൊക്കെ ട്രെയിനുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി തിരക്ക് നിയന്ത്രണ വിധേയമ അല്ലെങ്കിൽ തിരക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ തിരികെ മടങ്ങുന്നതിന് വേണ്ടി കൊല്ലം അതുപോലുള്ള സമീപ ജില്ലകളിലേക്കൊക്കെ പോകുന്ന ഭക്തജനങ്ങൾ ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ തമ്പടിച്ച് കാത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അതും സ്റ്റേഷനുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ തഞ്ചാവൂർ കൊല്ലം എക്സ്പ്രസ് ആണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നാഗർകോവിൽ അനന്തപുരി എക്സ്പ്രസും വരാനുണ്ട്. പിന്നീട് 8:30 അമൃത എക്സ്പ്രസ് ഉണ്ട് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി. അങ്ങനെ
വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നതിനുള്ള ആളുകൾ ഇനി വരും മണിക്കൂറുകളിൽ ഇവിടെ എത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി തമ്പടിക്കുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു തിരക്ക് സ്റ്റേഷനുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഈ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ കൃത്യമായി ഓരോ പ്ലാറ്റ്ഫോമിലേക്കും അവരെ എത്തിക്കുന്നതിനും പ്ലാറ്റ്ഫോമിന് അപ്പുറത്തേക്ക് ആളുകൾ കടന്ന് തിരക്കും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കടന്ന് അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുത്തിക്കൊണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥർ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ധാരാളമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഓരോ പ്ലാറ്റ്ഫോമിലേക്കും എത്തുന്ന ട്രെയിനുകളുടെ നമ്പർ മറ്റു കാര്യങ്ങൾ ഒക്കെ കൃത്യമായി മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവർ ഇവിടെ സ്റ്റേഷനിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. KP